ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എബ്രായ ലേഖനം 4:12 വാക്യം, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ച് ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ വാക്യത്തിലും അതേപോലെ 1 തെസ്സലോനിക്ക ലേഖനം 5:23 തുടങ്ങിയ ഭാഗങ്ങളെല്ലാം നാം ചേർത്ത് ചിന്തിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് മനുഷ്യനിൽ 3 ഘടകങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദേഹം, ദേഹി, ആത്മാവ്, ഇങ്ങനെ 3 ഭാഗങ്ങൾ നമുക്ക് മനുഷ്യനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. ഇതിൽ ദേഹം, അത് മണ്ണിൽ നിന്ന് എടുത്ത് മണ്ണുകൊണ്ട് ജീവിച്ച് മണ്ണിലേക്ക് തിരികെ ചേരുന്നതാണ് ദേഹം അഥവാ മനുഷ്യന്റെ ശരീരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്രകാരം രണ്ടാമത്തെ ഭാഗം നാം ചിന്തിക്കുമ്പോൾ അഥവാ അവന്റെ ആ സോള് അഥവാ ദേഹി എന്നതാണ്. അത് മനസ്സ്, ബുദ്ധി, ശക്തി എന്നിവ അടങ്ങിയ ആ ഭാഗത്തെയാണ് നമുക്ക് ദേഹി എന്നതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനായിട്ട് ഇടയാകുന്നത്. മൂന്നാമത്തെ അവന്റെ ഘടകമാണ് ആത്മാവ് എന്നത്. ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ്. ദൈവത്തിൽ നിന്ന് എടുത്ത് ദൈവത്താൽ പോഷിപ്പിക്കപ്പെട്ട് ദൈവത്തെക്കുറിച്ച് ബോധം നൽകി തിരികെ ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചേരുന്നതാണ് അവന്റെ ആത്മാവ് എന്നതാണ് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നത്. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ശരീരം ബലഹീനമാകുകയും മനസ്സ് വികൃതമാകുകയും ആത്മാവ് നിർജീവമാകുകയും ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ വീണ്ടും ജനനം എന്ന പുനഃസൃഷ്ടിപ്പിനാൽ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന ആത്മാവ് അത് സജീവമായി തീരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വീണ്ടും ജനനത്തിലൂടെ മാത്രമേ അവന്റെ ദേഹത്തിനും ദേഹിക്കും അഥവാ മുഴുവനായി അവന് സംഭവിച്ച പാപം മൂലം സംഭവിച്ച ആ കൊടിയ വിപത്തിൽ നിന്ന് അവന് മോചനം പ്രാപിക്കണമെങ്കിൽ വീണ്ടും ജനനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടത് എങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ദേഹത്തിന്റെയും ദേഹിയുടെയും അതിന്റെ ഇച്ഛാശക്തികളെല്ലാം ഈ ലോകത്തോടുള്ള പറ്റുമാനമാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആത്മാവ് അത് ദൈവത്തിന്റെ ദാനമാണ്. ആ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് മടങ്ങിച്ചേരേണ്ടതാണ്. എന്നാൽ പാപം നിമിത്തമായിട്ട് പൈശാചികൻ മനുഷ്യനെ ബന്ധിച്ച് അവന്റെ ശരീരത്തെയും പ്രാണനെയും ആത്മാവിനെയും തകർത്തിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന് യേശുവിലേക്കുള്ള ഒരു മടങ്ങിവരവിലൂടെ മാത്രമേ
ഒരു വീണ്ടും ജനനത്തിലൂടെ മാത്രമേ അവൻ ഇതിൽ നിന്ന് മോചനം പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്പകാലത്തെ ഒരു ജീവിതത്തിന് വേണ്ടി ഈ മണ്ണിനോട് പടവെട്ടി മണ്ണിനു വേണ്ടി മാത്രം ജീവിച്ച് മണ്ണിൽ അവസാനിക്കുവാനുള്ളവനല്ല മനുഷ്യൻ. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവനിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടവനാണ് എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ജീവിപ്പാൻ നമുക്കിടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജീവനേകും വചനമായി തീരാൻ നിൽക്കുന്നു ഞാൻ നിൻ മുൻപിൽ. ജീവനേകും വചനമായി തീരാൻ നിൽക്കുന്നു ഞാൻ നിൻ മുൻപിൽ. ഈ ലോകയാത്രയിൽ നിന്നോടു ചേരാൻ ഞാനെന്നും കൊതിച്ചിടുന്നു. ഈ ലോകയാത്രയിൽ നിന്നോടു ചേരാൻ ഞാനെന്നും കൊതിച്ചിടുന്നു. ജീവനേകും വചനമായി തീരാൻ നിൽക്കുന്നു ഞാൻ നിൻ മുൻപിൽ. ആത്മാവിൻ നിറവിൽ അഭിഷേകത്താൽ എന്നെ വിശുദ്ധീകരിക്കണേ നാഥ. ആത്മാവിൻ നിറവിൽ അഭിഷേകത്താൽ എന്നെ വിശുദ്ധീകരിക്കണേ നാഥ. സ്നേഹത്തിൻ നാളമായി തെളിഞ്ഞിടുവാൻ നാഥ നീ കൃപയേകണേ. സ്നേഹത്തിൻ നാളമായി തെളിഞ്ഞിടുവാൻ നാഥ നീ കൃപയേകണേ. ജീവനേകും വചനമായി തീരാൻ നിൽക്കുന്നു ഞാൻ നിൻ മുൻപിൽ. മുന്നിൽ അണയുന്ന ഞങ്ങളിൽ സ്നേഹമായെന്നും നിറഞ്ഞിടണേ.